ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഞങ്ങൾ നേരെ ഇരുന്നും പിന്നെ ട്രെയിൻ പോലെ ഇരുന്നും പിന്നെ എങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് കണ്ടോ? ഞാൻ വീണ്ടും എൻ്റെ ഫ്രണ്ട്സുമൊത്ത് ഒന്ന് കറങ്ങാൻ പോയതാണ് വിശേഷം. ഞങ്ങൾ കഴിഞ്ഞ 41 വർഷങ്ങളായി ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണെന്ന് സാരം. അതിന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ബ്യൂട്ടി. എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വയസ്സും കുറേ ആയില്ലേ, അപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അവരിൽ കുറേ പേരുമായി ഇപ്പോഴും നല്ല കണക്ഷൻസ് തന്നെയുണ്ട്. പക്ഷേ അവരൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തുമാണെന്ന് മാത്രം. അവരെയൊക്കെ കാണാൻ കിട്ടുന്ന സമയം ഞാൻ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം 4-5 പ്രാവശ്യം ഞങ്ങൾ ഈ 2 ഫ്രണ്ട്സുമായി ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. എന്നാലും ഇന്നൊരു ഔട്ടിങ് ആകാമെന്ന് കരുതി പോയതാണ്. ഞങ്ങൾ പോയത് വീട്ടിലിരുന്ന് സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇനി പിന്നെ ഔട്ട്ഡോറിൽ കൂടെ പോയിരുന്ന് കുറേ അങ്ങ് സംസാരിക്കാമെന്ന് അങ്ങ് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിന്ന് പോയത് നീണ്ടൂർ പാർക്കിലാണ്. ഈ പാർക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നീണ്ടൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഹാങ് ഔട്ടിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഇത് ആക്ച്വലി ഒരു 28 ഏക്കറിലുള്ള ഒരു ഫാമാണ്. JS ഫാം എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു അഗ്രികൾച്ചർ ഫാം തന്നെയാണ്. നെൽകൃഷി, തെങ്ങ് കൃഷി, മീൻ വളർത്തൽ, ജാതിത്തോട്ടം എന്ന് വേണ്ട പിന്നെ പച്ചക്കറികളോ ഏതാണ്ടല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. ജോയി ചെമ്മാക്കലാണ് ഈ ഫാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കയറാനായിട്ട് ഒരു 50 രൂപയുടെ എൻട്രി ഫീസ് ഉണ്ട്. ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫാമാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു പാർക്കുണ്ട്. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും ഇവിടെ വന്നാൽ കേട്ടോ. നമ്മൾ ഈ പാർക്കിനകത്തോട്ട് എൻട്രി ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ ശരിക്കും നയനാനന്ദകരമായ കാഴ്ചകളെന്ന് പറയുന്ന പോലെയാണ്. നല്ലൊരു വൈബ് കിട്ടുന്ന പോലെ നല്ലൊരു പ്ലസൻറ്റ് ഫീലിങ്സ് ആണ് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ. നല്ല നടപ്പാതയുണ്ട്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് മൃഗങ്ങളുടെയൊക്കെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സ്റ്റാച്യൂസ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അതുപോലെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ ഒരു കാളക്കൂറ്റൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു വീടുണ്ട്. പക്ഷേ അവിടെ ആരും താമസമൊന്നുമില്ല. അത് ജോയി ചെമ്മാക്കലിൻ്റെ വീടാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോഴേത്തിന് ഈ വീട്ടുമുറ്റത്ത് ഒരു അച്ഛനും അമ്മയും 10 മക്കളുടെയും സ്റ്റാച്യൂസ് ഉണ്ട്. അത് ജോയി ചെമ്മാക്കലിൻ്റെ കുടുംബമാണ്. ഞാൻ പറഞ്ഞാൽ ജോയി ചെമ്മാക്കലാണ് ഈ ഫാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ആ ഒരു അമ്മച്ചി ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പഴയ കാലം ഞാൻ ഓർത്തുപോയി. ഇന്ന് എവിടെ കാണാനായിട്ടാണ് ചട്ടയും മുണ്ടിൻ്റെയും ഭംഗി. ഈ കുടുംബം പ്രകൃതിയെ ഒരുപാട് സ്നേഹിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് വേണ്ട ഒരു കണ്ടത്തിൽ പൂട്ടുന്ന പോലെയൊക്കെയാണ് പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നും. പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിച്ചാടി കളിക്കാനായിട്ട് തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണിത് കേട്ടോ. നമ്മൾക്ക് പോലും ഒരു നല്ലൊരു കുളിർമ തോന്നും ഇങ്ങോട്ട് കയറി വന്നാൽ. കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മീൻ വളർത്തലും ചെറിയ മൃഗങ്ങളും എന്ന് പറഞ്ഞാൽ മുയലും ചെറിയ പക്ഷികളും എമുവും എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണ്. ഇഷ്ടം പോലെ പക്ഷികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സ്റ്റാച്യു ഒക്കെ വെച്ച് ഈ പാർക്ക് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഭയങ്കര ഒരു ജാതിത്തോട്ടമുണ്ട് ഇവിടെ കേട്ടോ. ജാതിത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴേത്തിന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഈ വൃക്ഷങ്ങൾ നല്ല തണൽ തരും. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കാണാനും വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ കുട്ടികളെയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫാം കാണുന്നതിനും കൂടുതലായിട്ട് നമുക്കൊരു പാർക്കിൻ്റെ നല്ലൊരു ഫീലുണ്ട് ഇവിടെ. കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി നടക്കാം. പ്രായമായവർക്കൊക്കെ ആണെങ്കിലും ഈ തണൽ വൃക്ഷങ്ങളുടെ ചുവട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് ആസ്വദിക്കാനും ഒക്കെ കഴിയും കേട്ടോ. നിലത്തൊന്നും ഇരിക്കണ്ട. ഇവിടെ വൃക്ഷത്തിൻ്റെ ചുറ്റിനും അരഭിത്തി പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ടേബിളും ചെയറും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിലത്തൊന്നും ഇരിക്കാതെ തന്നെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇത് ഓൾറെഡി ഒരു പാർക്ക് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ള നമുക്ക് പറയാം ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ പറയാം. അതുപോലെ വേണ്ട സ്ലൈഡുകളും പിന്നെ സ്വിങ്ങും എന്ന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പോൾ പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകത്തില്ല കണ്ടോ. അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളതുണ്ട്. നിങ്ങളൊന്ന് കണ്ടേ.
കുട്ടികളുള്ളവരെ കണിശമായിട്ട് ഇവിടെ വന്നാൽ എൻജോയ് ചെയ്യുക. സ്ലൈഡുകളും സ്ലിങ്ങും ഗുഹയും എന്ന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. വാവ്, ഒരു പാർക്കിനകത്ത് വേറൊരു ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ പിന്നത്തെ ഒരു കാർഷിക മ്യൂസിയം ഉണ്ട് കേട്ടോ. അയ്യോ, ഞങ്ങളിതിനകത്ത് കയറിയിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതായത് ഇതിനകത്തൊരു സ്റ്റേജും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സാമാന്യം വലിയൊരു ഹോളും ഉണ്ട്. ഇവിടെ പരിപാടികളൊക്കെ നടക്കും. വല്ലവരെയൊക്കെ ആദരിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കാർഷികം സംബന്ധിച്ചുള്ള ആദരവൊക്കെ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. എൻ്റെ പൊന്നെ, ഈ മ്യൂസിയത്തിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പഴയകാല ഭരണികളും പാത്രങ്ങളും വിളക്കുകളും അതുപോലെ ത്രാസ്, ചെമ്പുകലം, എന്തെല്ലാം സാധനങ്ങൾ. ഇപ്പോഴീ വക സാധനങ്ങളൊന്നും കാണാനേ ഇല്ല. അതുപോലെ തന്നെ കുട്ടകൾ, എനിക്കതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. പല സൈസിലുള്ള കുട്ടകളും ഒറ്റാലോ, അയ്യോ എന്തൊക്കെയാണോ അതിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി. അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ മോന് പോലും ഇതെല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങളെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വയലിൽ ഇന്നത്തെ ട്രാക്ടറിന് പകരം ഉണ്ടായിരുന്ന കലപ്പയും നുഖവും, എനിക്കതിനെ അറിയത്തില്ല കേട്ടോ എന്തൊക്കെ ഉണ്ടെന്ന്. അതെല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലേ ഈ പഴയ കാലത്തിൻ്റെ ഒരു എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചിരുന്നതിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരിക്കും. കാരണം അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇന്നത്തെ പോലെ ഈ സ്മാർട്ട് ഫോണുമായിട്ടൊന്നും അല്ലല്ലോ അന്നത്തെ കാലത്തുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. പിന്നെ തെങ്ങിൻ തോപ്പുണ്ട്. അതുപോലെ തന്നെ ഉഗ്രം ഭയങ്കര നീണ്ടു നിവർന്ന് കിടക്കുന്ന മീൻകുളവും ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, എനിക്കിവിടുന്ന് പോരാനേ തോന്നിയില്ലെന്നുള്ളതാണ്. കാരണം എന്താണെന്നോ, നിങ്ങൾ തന്നെ എന്ന് ഈ വെള്ളത്തിലോട്ടൊന്ന് നോക്കിക്കേ. ഓ, ആ വെള്ളത്തിലെ നിഴൽ കണ്ടോ? എന്തോ ഒരു ഭംഗിയാന്ന് നോക്കിക്കേ. ആ തെങ്ങൊക്കെ എന്നാ ഭംഗിയായിട്ടാണ് ആ വെള്ളത്തിൽ നിഴലിച്ച് നിൽക്കുന്നത്. പച്ച നിറമുള്ള വെള്ളവും. വാവ്, ഇവിടെ വന്ന് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വറീസ് എല്ലാം പോകുമെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എന്തിനാ വറിയടിക്കുന്നത്? ഇത്രയും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കാൻ എന്ത് രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ നിന്നും പോകുന്നത്. കൂടാതെ ഇവിടെ പെഡൽ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഒന്ന് പെഡൽ ബോട്ടിങ്ങിനൊക്കെ പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഞങ്ങളതിനകത്ത് കയറിയില്ല. കാരണം കുറേ പ്രാവശ്യം പെഡൽ ബോട്ടെല്ലാം കയറി. അപ്പോൾ അതിനകത്ത് പോയി തുഴയുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾക്കിവിടെ മരത്തണലിൽ അങ്ങനെ ഇരുന്ന് അങ്ങ് സൊറ പറഞ്ഞിരിക്കാനായിട്ടായിരുന്നു ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്നു. കാരണം ഞങ്ങളുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലായിരുന്നല്ലോ. കൂടാതെ തന്നെ പാർക്കിൻ്റെ സെൻറ്ററിൽ ഒരു വലിയ മീൻകുളവുമുണ്ട്. ഇതിനകത്തുള്ളത് മുഴുവനും അലങ്കാര മീനുകളാണ്. മറ്റേ മീൻകുളത്തിലുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഭക്ഷിക്കാനായിട്ടുള്ള മീനുകളാണ്. ഈ കുളത്തിൻ്റെ നടുക്കും സൈഡുകളിലും ഒക്കെ ആയിട്ട് കുറേ കുതിരകളുടെയൊക്കെ സ്റ്റാച്യൂസ് നല്ല ഭംഗിയാക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴേ ഇതിനകത്ത് ഫൗണ്ടനൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഞങ്ങൾ വന്നപ്പോൾ ഫൗണ്ടനൊന്നും കണ്ടില്ല. ഈ കുളത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആളുകൾക്ക് വന്നിരിക്കാനും പിക്നിക്കിനും ഒക്കെ പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും നല്ല വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതിന് ചുറ്റിനും ഇങ്ങനെ വാർത്ത് വെച്ചിരിക്കുന്നതിനാൽ നമ്മൾക്ക് അവിടെ ഇരിക്കാനും ഒരു തണലും എല്ലാം ഉണ്ട്. ഇവിടെ സജീവമാണെങ്കിൽ ഈവനിങ് ആവണം. ചായയും കാപ്പിയും ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പും ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ പഴയ ഓർമ്മകളെ ഒന്ന് താലോലിക്കാൻ വേണ്ടി പണ്ട് നമുക്ക് കിട്ടുമായിരുന്നല്ലോ ഈ കമ്പിൽ കുത്തിയ ഐസ് സ്റ്റിക്ക് എന്ന് പറയില്ലേ, ആ ഐസ് സ്റ്റിക്കൊക്കെ വാങ്ങിക്കഴിച്ചു. ഇപ്പം അതൊക്കെ കിട്ടാൻ ഭയങ്കര വിഷമമാണ്. ശരിക്കും പ്രകൃതി രമണീയമായ ഒരു പാർക്ക്. ഈവൻ ഞങ്ങൾ സീനിയർ സിറ്റിസൺസിന് പോലും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് കഥകളും വീരഗാഥകളും ഒക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും മണി 1 പിന്നെ ഇവിടെ അടുത്തുള്ള ബീസ് ക്ലബ് ഹൗസിൽ പോയി ഞങ്ങൾ ചട്ടിച്ചോറ് കഴിച്ചിട്ട് മടങ്ങിപ്പോന്നു. അവിടുത്തെ ചട്ടിച്ചോറ് ഭയങ്കര ടേസ്റ്റാണെന്ന് ഞാൻ ഇന്നാൾ വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ചട്ടിച്ചോറ് കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ വേണം കഴിക്കാൻ. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, പഴയ കൂട്ടുകാരുമായി ഒന്ന് ചുറ്റുന്നതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഈ സന്തോഷം കുറേ ദിവസത്തേക്ക് അയവിറക്കാനുള്ള വകയായി. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിനെയും ഒക്കെ കൂട്ടി ഒരു ഔട്ടിങ് നടത്തുന്നേ.
ഈ പാർക്കിലും മറ്റും നമ്മൾ പോകുമ്പോഴേ നമ്മൾക്കറിയാൻ മേലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ അവിടെ പോയി ആ നാച്ചുറൽ ബ്യൂട്ടിയും ഒക്കെ കണ്ട് ആ ശുദ്ധവായുവും ഒക്കെ ശ്വസിച്ച് കുറച്ച് സമയം സൊറ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ബ്യൂട്ടി, വാവ്! ഇന്ന് ഞങ്ങളുടെ ദിവസം ധന്യമായി. വീട്ടിലിരുന്ന് സംസാരിക്കുന്നതിനും 10 മടങ്ങ് സന്തോഷമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. ഇതൊക്കെയാണ് എൻ്റെ വലിയ സന്തോഷങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷവുമായി വരുന്നതുവരെ ബായ്.